തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ റോഡരികിലെ അറവുശാലകളിൽ നിന്ന്, ഹോട്ടലുകൾക്ക് പിന്നിലെ ഓടകളിൽ നിന്ന്, കല്യാണ മണ്ഡപങ്ങളിൽ നിന്ന് മാംസാവശിഷ്ടങ്ങൾ സുലഭമായി ലഭിക്കുമ്പോൾ നായ്ക്കളുടെ പ്രത്യുൽപാദന ശേഷി കൂടുന്നു. അവ കൂടുതൽ അക്രമാസക്തരാകുന്നു. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാതെ എത്ര നായ്ക്കളെ പിടിച്ചാലും കാര്യമില്ല. ഭക്ഷണമുള്ളിടത്ത് പുതിയ നായ്ക്കൾ വന്നുകൊണ്ടേയിരിക്കും. പാളിയ ABC പദ്ധതി. എന്താണ് ഈ ABC? ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ വന്ധ്യംകരണം. ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ എന്താണ് അവസ്ഥ? പല പഞ്ചായത്തുകളിലും ഇതിന് ഫണ്ടില്ല. ഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാരില്ല, നായ്ക്കളെ പിടിക്കാൻ ആളില്ല. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും 2025 നമ്മളിതിന് വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ 152 ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകൾ തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഒരു പ്രദേശത്തെ 70% നായ്ക്കളെയെങ്കിലും ഒരേ സമയം വന്ധീകരിച്ചാൽ മാത്രമേ എണ്ണം കുറയൂ. ഇവിടെ 10-20 എണ്ണത്തിന് പിടിക്കുന്നു, പദ്ധതി നിർത്തുന്നു. ഇതാണ് വർഷങ്ങളായി നടക്കുന്നത്. നിയമക്കുരുക്കുകളും തർക്കങ്ങളും ഇതൊരു വൈകാരിക വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്തെ നായ്ക്കളെ കൊന്നൊടുക്കണം എന്ന് പറയുന്ന നാട്ടുകാർ, മറുവശത്തെ മിണ്ടാപ്രാണികളോട് കരുണ കാണിക്കണം എന്ന് പറയുന്ന മൃഗസ്നേഹികൾ. ഇതിനിടയിൽ പെട്ടുപോയത് സർക്കാരാണ്. 2025 നവംബറിൽ സുപ്രീം കോടതി പറഞ്ഞത് നായ്ക്കളെ കൊലപ്പെടുത്തുന്നത് പരിഹാരമല്ല, അവയെ മാറ്റി പാർപ്പിക്കണമെന്നാണ്. പക്ഷെ എങ്ങോട്ട് മാറ്റും? എൻ്റെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ ഒരു ഡോഗ് ഷെൽട്ടർ വന്നാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. അവിടെയാണ് പ്രായോഗിക പ്രശ്നം. നായ്ക്കളെ പാർപ്പിക്കാൻ സ്ഥലമില്ല, കൊലപ്പെടുത്താൻ നിയമം അനുവദിക്കുന്നില്ല. പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യവുമില്ല, പരിഹാരമാണ് വേണ്ടത്.